നമസ്കാരം, ദിനേശാണ്. ഇന്ന് നമുക്ക് പിംസ് ഹോസ്പിറ്റലിലെ MBBS ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളാണ്. നമുക്ക് അവരെ കിട്ടി അവരോട് കൃഷി ചോദ്യം ചോദിക്കാനാണ് വേണ്ടിയിട്ടാട്ടോ. ഒന്ന് പരിചയപ്പെടുത്തിയാൽ. പേര്? എൻ്റെ പേര് മാസിൻ, ഞാൻ കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ എവിടെയാ? കണ്ണൂർ ഇരിട്ടി. ഞങ്ങൾക്കിപ്പോൾ MBBS പറഞ്ഞപ്പോൾ ഞങ്ങളെ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഹാപ്പിനെസ് കാർഡ് എന്നുള്ള പ്രൊജക്ട്. 60+ ആളുകളെ അഗ്രികൾച്ചർ ഇതിലേക്ക് ഇറക്കി ഹോർട്ടിക്കൾച്ചർ അഗ്രികൾച്ചർ തെറാപ്പി ബേസിൽ അവർ അസുഖങ്ങൾ കുറയ്ക്കാനും അസുഖമുള്ള ആളുകളെ അവരുടെ മനസ്സിൽ നിന്ന് ആ ചിന്ത ഒഴിവാക്കാനുള്ളൊരു ട്രെയിനിങ് സെക്ഷൻ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളോടും ചോദിക്കുന്നത്. പേര്? ലക്ഷ്മി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. തൃശ്ശൂർ എവിടെയാണ്? തൃശ്ശൂർ വാടാൻപള്ളി. ചോദ്യം എത്രയേ ഉള്ളൂ, ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളകിനം ഏതാണെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഹോട്ടസ്റ്റ് ചില്ലി, ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയണ ഒരു മുളകിന്റെ പേര് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ബെൽ പെപ്പർ ആണോ? അതിനൊരു പേരുണ്ട് തോന്നുന്നു. അങ്ങനൊരു പേര്. ബെൽ പെപ്പർ അല്ല, വേറെ ഏതെങ്കിലും. ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും പറയണ ഒരു ചീനി മുളക്, കാന്താരി മുളക് എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും എരിവ് കൂടിയ മുളക് നാഗാമിർച്ചി എന്ന് പറയുന്ന ഒരു നാഗാമിർച്ചി അല്ലെങ്കിൽ നാഗാലാൻഡ് മുളക്. അതിനൊരു പേരുണ്ട്, ബൂത് ജലോക്കിയ എന്നാണ് അതിൻ്റെ. അത് കടിച്ച ബൂത് ജലോക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ മുളകാണ് നമ്മളുടെ ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ചില്ലി. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, അത് മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉത്തരം അവർ പറഞ്ഞില്ല, പക്ഷെ നമ്മളെ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഒന്നും കൂടി ആ പേരൊന്ന് പറഞ്ഞോളൂ, ഏതാണെന്ന്. ബൂത്ത് ജലോക്കിയ എന്നുള്ളതാണ്. അപ്പോൾ 2 ആൾക്കും ഓരോ ഗിഫ്റ്റ്. ഡെസേർട്ട് റോസ് ആണ്, അഡീനിയം എന്ന് പറയുന്നത്. അപ്പോൾ സന്തോഷമായിട്ട് സ്വീകരിക്കുക. അപ്പോൾ നമ്മളെ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് 2 സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കാളികളാവുക. ഓക്കെ, താങ്ക് യു.